നമസ്കാരം. പതിരും കതിരും. പണ്ടൊരു നമ്പൂതിരി കാര്യസ്ഥൻ രാമനെയും കൂട്ടി ഒരു യാത്ര പോവുകയായിരുന്നു. വഴിയിലൊരു കള്ളുഷാപ്പിനടുത്ത് ചെന്നപ്പോൾ നമ്പൂതിരി കാര്യസ്ഥനോട് പറഞ്ഞു, രാമ, എന്താ ഇത്? ഇവിടെ വന്നപ്പോൾ നിൻ്റെ ഒരു മണം. ഇതേ അവസ്ഥയിലാണ് CPM കുറേ നേതാക്കന്മാരിപ്പോൾ. ഭരണം മാറിയപ്പോൾ മദ്യത്തിൻ്റെ മണം അവർക്ക് പിടിക്കാതായി. വീര്യം കൂടിയ മദ്യം സേവിച്ച് വീര്യം കുറഞ്ഞിറക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്ത നിരാശയും ബോധക്ഷയവും. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതാണ് അവർക്ക് ഇരിക്കപ്പുറതി ഇല്ലാതാക്കിയത്. UDF സർക്കാർ വന്ന് KSRTCയുടെ ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചതിൽ പ്രതിഷേധം. മദ്യത്തിന് 251% എന്ന ഉയർന്ന നിരക്കിൽ ഈടാക്കിയിരുന്ന നികുതി 120 മുതൽ 175% വരെ കുറച്ചതിനാണ് മറ്റൊരു പ്രതിഷേധം. നമ്മുടെ മുഖ്യമന്ത്രിക്ക് ബെക്കാടിയുടെ ഗന്ധമാണെന്ന് വരെ DYFIയുടെ ദേശീയ നേതാവായ റഹീം കണ്ടെത്തി കഴിഞ്ഞു. 10-30 ബാറുകൾ മാത്രമുണ്ടായിരുന്ന സംസ്ഥാനത്ത് അതിൻ്റെ എണ്ണ ഇപ്പോൾ 800 ചില്ലുവാനമാണ്. ഇതാക്കിയത് LDF വന്നതിന് ശേഷമാണ്. ബാറുകളുടെ സമയം 10 മണിയിൽ നിന്നും 12 മണിയാക്കിയതും അവരാണ്. ഏത് പെട്ടിക്കടയ്ക്ക് കീഴെയും വൈനും ബിയർ പാർലറും തുടങ്ങി. ഒപ്പം കഞ്ചാവും MDMAയും നാടാകെ മനുഷ്യൻ്റെ സ്വസ്ഥ ജീവിതം തകർത്ത് മുന്നേറിക്കൊണ്ടിരുന്നു. മദ്യവും ലോട്ടറിയും കൊണ്ട് മാത്രമാണ് LDF സർക്കാർ ഇവിടെ പ്രവർത്തിച്ചത് തന്നെ. ഇപ്പോൾ മുൻ എക്സൈസ് മന്ത്രിയായ രാജേഷിനൊക്കെ മദ്യമെന്ന് കേൾക്കുമ്പോൾ തന്നെ തല മന്ദിക്കുകയാണ്. മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും കോൺഗ്രസ് നേതാക്കന്മാരുടെ സ്പിരിറ്റ് കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണത്രേ പുതിയ മദ്യനയം. അവിടെ നിന്ന് സ്പിരിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള നീക്കമാണിതെന്നാണ് രാജേഷ് പറയുന്നത്. അതേ വായ കൊണ്ട് തന്നെ ഈ രാജേഷ് പറഞ്ഞത് ഈ നാട്ടിൽ ഒരു തുള്ളി സ്പിരിറ്റ് പോലും ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നാണ്. പിന്നെ AKG സെൻറ്ററിൽ കരിമ്പാട്ടി ഉണ്ടാക്കിയ സ്പിരിറ്റ് കൊണ്ടാണോ ഇത്രയും കാലം ഇവിടെ നിങ്ങൾ മദ്യം ഒഴിക്കിയത്? അടുത്ത കാലത്ത് ഒരു സ്കിറ്റിൽ കേട്ട തമാശ ഓർത്തു പോകുന്നു. കണ്ണു ഡോക്ടർ രോഗിയോട് ചോദിച്ചു, കണ്ണിൽ നിന്നും വെള്ളം എടുക്കാറുണ്ടോ? അപ്പോൾ രോഗി പറഞ്ഞു, ഇല്ല ഡോക്ടർ, ഞങ്ങൾ കിണറ്റിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അല്ല രാജേഷ്, നിങ്ങളുടെ ഭരണകാലത്തപ്പോൾ കിണറ്റിൽ നിന്നാണോ സ്പിരിറ്റ് എടുത്തത്? യാതൊരു കർണാടക ബന്ധങ്ങളും നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? കർണാടകത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും കൊണ്ടുവരുന്ന സ്പിരിറ്റ് തന്നെയല്ലേ നിങ്ങളും ഇവിടെ കച്ചവടം ചെയ്തത്? അപ്പോൾ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ സ്പിരിറ്റ് അല്ല, അത് പനിനീരാണ്. മറ്റോന്മാർ കൊണ്ടുവരുമ്പോൾ വീര്യം കൂടും. ഇതിൽ മാത്രമല്ല, എല്ലായിടത്തുമുണ്ട് ഇതുപോലെയുള്ള വഷള ന്യായങ്ങൾ. നിങ്ങൾ PM ശ്രീയിൽ ഒപ്പിട്ടത് എന്തിനായെന്ന ചോദ്യത്തിന് തോൽക്ക് സി തോമസ് പറഞ്ഞ മറുപടിയായിരുന്നു രസം. ഞങ്ങൾ ഒപ്പിട്ട് തള്ളാൻ വേണ്ടിയായിരുന്നു. PM ശ്രീയിൽ ഒപ്പിട്ടാൽ കേരളത്തിൻ്റെ കുറേ കോടികൾ കിട്ടുമെങ്കിൽ അതെന്തിന് കളയണം? കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പാലമാകാൻ ഞാൻ തയ്യാറാണെന്നാണ് ബ്രിഡ്ജാസ് അന്ന് പറഞ്ഞത്. അങ്ങനെ ഭരണത്തിലിരുന്ന് ആരെയും ഗവനിക്കാതെ എന്ത് ചെറ്റത്തരങ്ങളും കാണിച്ചവർക്ക് ഇപ്പോഴൊന്നും അങ്ങോട്ട് പിടിക്കുന്ന മട്ടല്ല. 110 സീറ്റ് നേടി ഞങ്ങൾ വീണ്ടും വരുമെന്ന് പറഞ്ഞുകൊണ്ട് MP രാജേഷ് ഒരു ഇംഗ്ലീഷ് ചാനലിന് കൊടുത്ത അഭിമുഖം ഇപ്പോഴും ഓർക്കുന്നു. നാട്ടിൽ സ്വന്തമായി സ്പിരിറ്റ് ഉണ്ടാക്കാനായി ഏലത്തൂരിൽ ഒരു ഡിസ്റ്റിലറി തുടങ്ങാനും പ്ലാനിട്ടു രാജപ്പൻ്റെ നേതൃത്വത്തിൽ ഇടത് മന്ത്രിസഭ. പ്രതിപക്ഷം നിയമപരമായി പോരാടുകയും പ്രാദേശിക തലത്തിൽ എതിർപ്പ് വരികയും ചെയ്തതോടെ അത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. ഇപ്പോൾ MP രാജേഷ് ചാനലിൽ ഇരുന്ന് പറയുന്നത് വീര്യം കുറഞ്ഞ മദ്യം കൊടുത്താൽ കുട്ടികളും സ്ത്രീകളും ജ്യൂസ് കുടിക്കുന്നത് പോലെ അത് വാങ്ങി വലിച്ചു കുടിക്കുമെന്നാണ്. അധികാരം പോകുമ്പോൾ വെളിവും പോകുമെന്ന ചൊല്ല് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കാര്യത്തിൽ ശരിയായിരിക്കുകയാണ്. PM ശ്രീയിൽ ഒപ്പിട്ട് കാശ് മേടിച്ചതിനെപ്പറ്റി റഹീം കഴിഞ്ഞ ഭരണകാലത്ത് പറഞ്ഞത് ആ കാശ് മേടിച്ചില്ലായിരുന്നെങ്കിൽ ദുർബലരായ മനുഷ്യർ പട്ടിണി കിടന്ന് ചത്തുപോയനെ എന്നാണ്. അതുകൊണ്ട് തന്ത്രപരമായി ഞങ്ങൾ ഒപ്പിട്ട് വാങ്ങുകയായിരുന്നു. അങ്ങനെ അവരുടേതെല്ലാം തന്ത്രങ്ങളും നയങ്ങളും അടവുകളുമാണ്. എത്രയും വേഗം ഈ തോറ്റ മന്ത്രിമാരിൽ 13 എണ്ണത്തിനെയും പണ്ടത്തെ ആ ക്യാബിനറ്റ് ബസ്സിൽ കയറ്റി എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിപ്പിക്കണം. പിണറായി വിജയൻ്റെ കണ്ണ് തെളിഞ്ഞതുകൊണ്ട് മുമ്പിൽ തന്നെ ഇരുത്തണം. ഇപ്പോഴേ ചികിത്സ തുടങ്ങിയാൽ ശിരോവസ്തി, കാലോവസ്തി എന്നിവ ചെയ്യേണ്ടി വരില്ല. നസ്യത്തിൽ തുടങ്ങി തളം വരെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ ചെയ്താൽ മതി. ഇപ്പോഴും തങ്ങൾ മന്ത്രിമാരാണെന്നും കേരള ജനത ഞങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നുമാണ് ഈ പാവങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാലും കഴിഞ്ഞ ഒരു മാസമായി വലിയൊരു ആശ്വാസമുള്ളത് നമ്പർ 1 തള്ളുകൾ കേൾക്കുന്നില്ല എന്നതാണ്. മാസ്ക് ചോദിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ആരും വിളിക്കുന്നില്ല. സർക്കാർ ആശുപത്രികളിൽ ഔഡി കാറുകളുടെ നീണ്ട നിരയില്ല. MP രാജേഷിനെ പോലെയുള്ള മന്ത്രിമാർ ജനങ്ങൾക്ക് വേണ്ടി ഇടതടവില്ലാതെ പ്രവർത്തിച്ചതുകൊണ്ടാണല്ലോ ഇപ്പോൾ സ്വസ്ഥമായി വീട്ടിലിരിക്കാൻ കഴിയുന്നത്. ബിവറേജസിൽ നിന്നും വാങ്ങുന്ന കുപ്പിക്ക് 20 രൂപ അധികം ഈടാക്കിയിട്ട് കുപ്പി തിരിച്ചു കൊടുത്താൽ 20 രൂപ തിരിച്ചു തരാമെന്ന് പറഞ്ഞ പുള്ളികളാണ്. ഈ മാർക്സിസ്റ്റ് ഗജമണ്ടന്മാരുടെ ചിന്താസരണികൾ
ഇത്രമാത്രം തുരുമ്പെടുത്ത ഒരു കാലം വേറെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാമെന്ന് ഏതോ തുണിക്കടയുടെ പരസ്യം പോലെ ഇപ്പോൾ ചികിത്സ തുടങ്ങിയാൽ നേരത്തെ നിങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങാം.